കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം നേടിയെടുത്ത വ്യാവസായിക നേട്ടത്തെക്കുറിച്ചുള്ള ശശി തരൂരിൻ്റെ പ്രതികരണം നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രതികരണം. ആ പ്രതികരണം വന്ന് മിനിറ്റുകൾക്കപ്പുറം തരൂരിനെതിരെ വലിയ വിമർശനങ്ങളുമായി രംഗത്തെത്തിയ കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പറഞ്ഞിട്ട് BJP-യെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രിയെ തരൂർ പുകഴ്ത്തി പറഞ്ഞിട്ട് കോൺഗ്രസ് നേതൃത്വം മിണ്ടാതിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. CPM-നെ പുകഴ്ത്തി അല്ലെങ്കിൽ CPM-നെ അനുകൂലിച്ച് പറഞ്ഞാൽ വലിയ തോതിൽ വർത്തമാനം പറയുകയും BJP-യെ പുകഴ്ത്തി പറയുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ആ രാഷ്ട്രീയം എന്താണ്? അതിനെക്കുറിച്ച് നമുക്കറിയേണ്ടതുണ്ട്. സിബി തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സിബി, ഇത്രയും സമയമായി ശശി തരൂരിൻ്റെ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പുകഴ്ത്തിക്കൊണ്ടുള്ള ആ വാചകങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വന്നിട്ട്, പക്ഷേ ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം മിണ്ടിയിട്ടില്ല. ഒരു കാര്യം ഓർക്കണം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക പുരോഗതിയെക്കുറിച്ച് ശശി തരൂർ അഭിനന്ദിച്ച് പറഞ്ഞത്. മിനിറ്റുകൾക്കുള്ളിലായിരുന്നു അതിനെതിരായ വിമർശനങ്ങൾ കോൺഗ്രസിൻ്റെ 4 ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. അത് KC വേണുഗോപാൽ തൊട്ട് ഇവിടെ മണ്ഡലം കമ്മിറ്റിയിലിരിക്കുന്ന ആളുകൾ വരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് BJP-യുടെ നേതാവായ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നത്? മനു, എന്തായാലും മനു പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അന്ന് കേരളത്തിൻ്റെ വ്യവസായ നേട്ടത്തെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ പറഞ്ഞപ്പോൾ അന്ന് വാളെടുത്ത കോൺഗ്രസ് നേതാക്കൾ, നമുക്കറിയാം, ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് അന്ന് മോദിയുടെയും ട്രംപിൻ്റെയും കൂടിക്കാഴ്ചയെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ സംസാരിച്ചത്. പക്ഷേ ആ വിഷയം അന്നും ചർച്ച ചെയ്തില്ല കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ ഇന്നും സമാനമായ രീതിയിൽ തന്നെ വീണ്ടും മോദിയെ പ്രശംസിക്കുമ്പോൾ അത് വലിയ ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. മാത്രമല്ല, ഇതിൽ പ്രതികരണം വേണ്ട എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നു. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നേതാക്കന്മാരുമായിട്ടെല്ലാ നിലയും നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം തന്നെയാണ് താൻ ആവർത്തിച്ചെന്ന് ശശി തരൂർ ഇന്നലെ വൈകിട്ട് വീണ്ടും പ്രതികരണം പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. നമുക്കറിയാം, കഴിഞ്ഞ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി ഇവിടെ കൂടുകയും ഇനി ഒരു പരസ്യ പ്രസ്താവന പാടില്ല, പ്രത്യേകിച്ച് എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേട്ടമുണ്ടാക്കുന്ന പരസ്യ പ്രസ്താവന പാടില്ല എന്നൊരു അന്ത്യശാസനം ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ശശി തരൂരിന് അടക്കം നൽകിയിരുന്നു. അത് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ശശി തരൂരിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും തരൂർ ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ഈ AICCക്കോ അല്ലെങ്കിൽ ഘടകങ്ങൾക്കോ താൻ കീഴടങ്ങില്ല, നേതൃത്വത്തിന് കീഴടങ്ങില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസവും കണ്ടത്. ഏതായാലും ശശി തരൂർ വീണ്ടും നരേന്ദ്രമോദിയെയും BJP സർക്കാരിൻ്റെയും നയത്തെയും ഇപ്പോൾ പ്രശംസിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയേണ്ടത്, ഒരു സർക്കാരിൻ്റെ നയത്തെ പോലും പ്രശംസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി എന്ന വ്യക്തിയല്ല, BJP സർക്കാരിൻ്റെ നയത്തെ പോലും ശശി തരൂർ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഈ AICCയോ ദേശീയ നേതൃത്വമോ ഇതിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ കൃത്യമായി പ്രതികരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ശശി തരൂർ വിഷയത്തിൽ ഇപ്പോഴും ഒരു പ്രതികരണത്തിന് ഇന്ന് രാവിലെ പോലും നമ്മൾ പല നേതാക്കന്മാരെയും വിളിച്ചിട്ടുണ്ട്. KC അടക്കമെല്ലാ നിലയും ദില്ലിയിലുണ്ട്. KC വേണുഗോപാൽ അടക്കമെല്ലാ നിലയും ഇത്തരത്തിൽ പ്രതികരണത്തിന് വേണ്ടി ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലം പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നേടിയെടുത്ത, നമ്മുടെ സംസ്ഥാനം നേടിയെടുത്ത ഒരു നേട്ടത്തെക്കുറിച്ച്, അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ച് ശശി തരൂർ പറയുമ്പോൾ അത് നമ്മുടെ സർക്കാർ അവകാശപ്പെടുന്നതിനപ്പുറത്തേക്ക് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ അംഗീകരിച്ചതാണ്, ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഏജൻസികൾ അംഗീകരിച്ചതാണ്. അങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നേട്ടമാണ്. ആ നേട്ടത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ അതിനെതിരെ എല്ലാ കോണുകളിൽ നിന്നും വിമർശനം ഉയർത്തിയവരാണ് കോൺഗ്രസ് നേതാക്കൾ. രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, VD സതീശൻ ഉണ്ടായിരുന്നു, സുധാകരൻ അധികം പറഞ്ഞിരുന്നില്ല, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും പ്രധാനമന്ത്രിയെ അനുകൂലിച്ച് പറയുമ്പോൾ നാവനക്കാൻ പറ്റുന്നില്ല. ഇത് നേരത്തെയും സംഭവിച്ചിട്ടുള്ളതാണ്. പണ്ടും ശശി തരൂർ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അന്നും കോൺഗ്രസ് നേതൃത്വം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഈ CPM വിരുദ്ധത എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബോധ്യം കോൺഗ്രസിനെ നയിക്കുന്നുണ്ടോ? അതല്ലേ നമ്മളിവിടെ കാണേണ്ടത്. മനു, തീർച്ചയായും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് അതിനാണ്. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പോഴും BJP അല്ല, ഇടതുപക്ഷമാണ്. അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ നോക്കിയാൽ പോലും BJPക്ക് അതിനേക്കാൾ കൂടുതൽ ഈ ഇടതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ദുർബലപ്പെടുത്താനും അവർക്കെതിരെ പ്രസ്താവന നടത്താനുമാണ് ഇപ്പോൾ നേതാക്കൾക്ക് ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധ ചെലുത്താറുള്ളത്. പ്രത്യേകിച്ച് ശശി തരൂരിൻ്റെ വിഷയം എടുത്താൽ പോലും അത് തന്നെയാണ് സംഭവിക്കുന്നതും. ഈ BJPയെയും നരേന്ദ്രമോദിയെയും പ്രശംസിച്ചാൽ
പോലും കുഴപ്പമില്ലാത്ത കോൺഗ്രസ് അവിടെ കൃത്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ കണക്കുകളുടെയും ഡേറ്റകളുടെയും നീതി ആയോഗിൻ്റെ അടക്കമെല്ലാതിനെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വ്യവസായത്തെ എല്ലാതിനെയും ചൂണ്ടിക്കാട്ടുമ്പോൾ അത് വലിയ വിവാദ വിഷയമാക്കുകയും അതിനെതിരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കുകയും പ്രതികരിക്കുകയും നടപടിക്കെല്ലാതിനെയും ശുപാർശ ചെയ്യുന്നൊരു സാഹചര്യം കോൺഗ്രസിലെ നേതാക്കൾക്കുണ്ടാകുന്നു. മനു നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി മുതൽ മുകളിൽ ഏറ്റവും കൂടുതൽ AICC വരെ നേതാക്കൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ വാളെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ നരേന്ദ്രമോദിയെയും BJPയെയും ഇത്തരത്തിൽ വിമർശിക്കുമ്പോൾ യാതൊരുവിധ പ്രതികരണവും വേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് മാറുന്നു. ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു അപജയത്തിന് കാരണം. BJPയെ എതിർക്കാനും BJPക്കെതിരായ BJP നയങ്ങളെ എതിർക്കുവാനും ഇവിടെ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഈ മോദിയുടെയും ട്രംപിൻ്റെയും കൂടിക്കാഴ്ച അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധസമയത്തെല്ലാം നിലയും ഇതിന് പരിഹാരമായി നരേന്ദ്രമോദി നോക്കിയാൽ അത് പരിഹരിക്കാൻ കഴിയുമെന്നൊക്കെ BJP അവകാശപ്പെട്ടപ്പോൾ അന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് മണിപ്പൂരിലെ സംഘർഷം പോലും അവസാനിപ്പിക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധമെല്ലാം നിലയും അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെടുക എന്നൊക്കെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പരിഹസിച്ച ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് അന്ന് എടുത്ത നിലപാടിനെ പൂർണ്ണമായും പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ മുന്നോട്ട് വരുന്നത്. എന്തായാലും ഇതെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ കോൺഗ്രസ് വലിയ വിമർശനമായി ഉയർത്തിക്കൊണ്ട് വരുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് ഇപ്പോൾ തൽക്കാലം മിണ്ടേണ്ട എന്നൊരു നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. അതാണ് തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സംഭവിച്ചിരിക്കുന്നത്. മനു, ശരി CB, ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് അതിൽ പ്രതികരിക്കുന്നില്ല എന്നത്, എന്തുകൊണ്ട് ഈ കരുതൽ കാണിക്കുന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ്, പരിശോധിക്കേണ്ടത് തന്നെയാണ്.